നമസ്കാരം. കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് 2025 മെയ് മാസം 18-ാം തീയതി രാഹു കേതു രാശി മാറുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്നെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷഫലങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം ലഭിക്കണം എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പൂജകൾ ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നം, ജോലി സംബന്ധമായ വിഷയമാണ്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ പ്രശ്നമാണ്, അല്ലെങ്കിൽ വിവാഹ പ്രശ്നമാണ്, സാമ്പത്തിക പ്രശ്നമാണ്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണ്, എന്താണോ അതൊന്ന് രേഖപ്പെടുത്തുക. കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി മാസം തോറും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കുകയും അത് എഴുതിയെടുക്കുകയും നിങ്ങൾക്ക് വേണ്ടി പൂജ പ്രാർത്ഥന നടത്തുകയും ചെയ്യുകയാണ്. എല്ലാവരുടെയും പേരും നക്ഷത്രത്തിലുമാണ് ഇത് നടത്തുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറയുമ്പോൾ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു സഹായം എന്ന് പറയുന്നത് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ്. അപ്പോൾ ഇത്രയും മനോഹരമായ രീതിയിൽ നിങ്ങൾ പൂജ നടത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നാലും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ചെറിയൊരു ഫലമെങ്കിലും ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും വിഷയവും എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു രാശിമാറ്റത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണഫലങ്ങൾ വരുന്നില്ല, ദോഷഫലങ്ങളാണ് കൂടുതൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് അതിൻ്റേതായ പരിഹാരവും കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി വരികയുള്ളൂ. ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. വാട്സാപ്പിൽ തന്നെ വോയിസ് മെസ്സേജായിട്ട് മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം കൂടുതൽ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതാരും ശ്രദ്ധിക്കാറില്ല. സന്തോഷം വരുന്നു, പോകുന്നു, അതിൽ നമ്മൾ ആനന്ദിക്കുന്നു, അതങ്ങ് വിട്ടുകളയുന്നു. എന്നാൽ ഒരു ദുഃഖം ജീവിതത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നമ്മളെ മാനസികപരമായി തളർത്തുന്നു, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുന്നു. നമ്മൾ അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിലായിരിക്കും. അപ്പോൾ കൂടുതലും വീഡിയോയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ദോഷപരമായ അനുഭവങ്ങളാണ് പറയുന്നത്. കാരണം ഗുണപരമായ അനുഭവങ്ങൾ ആർക്കും അറിയണ്ട, ഞാൻ എന്തായാലും വന്നോളാം, നമ്മൾക്ക് എന്തായാലും സന്തോഷമല്ലേ ലഭിക്കട്ടെ എന്ന് വിചാരിക്കും. എന്നാൽ ദോഷപരമായ അനുഭവങ്ങളാണ് ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുക. നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കുഴിയുണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, സൂക്ഷിച്ച് നടന്നു പോവുക. അപ്പോഴേക്കും നമുക്കതിൽ വീഴാതെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ദോഷഫലങ്ങൾ എന്തെങ്കിലും നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വരും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ജീവിതത്തിൽ അതിൻ്റെ ആരംഭം കുറിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം, ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് വരാൻ പോവുകയാണ്, ഞാൻ സൂക്ഷിക്കണം, അതിൻ്റെതായ പരിഹാരങ്ങൾ ചെയ്യണം, അതിനെ മറികടന്ന് മുന്നോട്ട് പോകണമെന്ന്. അങ്ങനെ ഈയൊരു രാശിമാറ്റത്തിൽ ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചിലവ് വളരെ അധികം കൂടുതലായിരിക്കും. എന്ത് കാര്യത്തിനിറങ്ങിയാലും ചിലവുകളായിരിക്കും. ഒരു വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചിലവ്, വസ്തു വാങ്ങുകയാണെങ്കിൽ ചിലവ്, വാഹനം വാങ്ങുകയാണെങ്കിൽ ചിലവ്, ഇതെല്ലാം ചെയ്യുമ്പോൾ ചിലവ് തന്നെയാണ്. പക്ഷേ അധിക ചിലവാണ് ജീവിതത്തിൽ വരുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് തീരേണ്ട കാര്യം 15 ലക്ഷത്തിലോട്ട് പോകുന്നു. നിസ്സാരമായ കാര്യങ്ങൾക്കെല്ലാം ചിലവുകൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. വെറുതെ എല്ലാവരും കൂടി ചേർന്ന് പുറത്തു പോയിട്ട് വരുമ്പോഴേക്കും കേരള സാമ്പത്തികമെല്ലാം തീരുന്നു. നമ്മൾ 1000 രൂപയ്ക്ക് തീരുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ 3000 രൂപയ്ക്കായിരിക്കും തീരുന്നത്. അപ്പോൾ ചിലവുകൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത്. നിങ്ങൾ ലാഭത്തിന് വേണ്ടി ബിസിനസ് ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്കറിയാം ആ ഒരു ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസം 50,000 രൂപ കിട്ടുമെന്ന്. എന്നാൽ അതുപോലെ തന്നെ 50,000 രൂപ നിങ്ങളുടെ കയ്യിൽ വരികയും ജീവിതത്തിൽ 60,000 രൂപയുടെ ചിലവും അതിനോടൊപ്പം വരികയും ചെയ്യും. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് നഷ്ടം പോലെയായിരിക്കും, ബിസിനസ്സിലായിരിക്കും ചിലവുകൾ വരുന്നത്. നഷ്ടങ്ങൾ, അന്നത്തെ ആ ഒരു മാസത്തെ ലാഭം ഇല്ലാതെയാകുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലും പല ചിലവുകൾ, വീട്ടിലത്തേക്ക് വേണ്ടിയുള്ള പല ചിലവുകൾ, ബിസിനസ്സിലേക്കുള്ള ചിലവുകൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൻ്റേതായ ചിലവ്, അങ്ങനെ ചിലവുകൾ കൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം കൂടുതലായി കാണുന്നുണ്ട്.
സ്ഥാനചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റം. പ്രൈവറ്റ് മേഖലയിലും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് സ്ഥാനമാറ്റം അല്ലെങ്കിൽ ജോലി മാറി മറ്റൊരു കമ്പനിയിലേക്ക് ജോലിക്ക് കയറുന്നു. ആ ജോലിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച സന്തോഷമോ സമാധാനമോ വരുമാനമോ ഇല്ലാതായി മാറുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് ദോഷകരമായ അനുഭവങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കുക. ആരോഗ്യപരമായ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കളവുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ധനനഷ്ടങ്ങളോ വരുവാനുള്ള സാധ്യതയുണ്ട്. കണ്ണിന് നേത്ര സംബന്ധമായ അസുഖങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പലതരം പിഴവുകൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സത്യസന്ധമായിട്ടായിരിക്കും ആ കാര്യം ചെയ്തു തീർക്കുന്നത്. നിങ്ങളുടെ ചെറിയൊരു പിഴവ് മൂലം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വലിയൊരു നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റേതായ ഒരു മാനസിക വിഷമം നമ്മളുണ്ടാകും. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാനെ പൂജിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, അഷ്ടോത്തരവും സഹസ്രനാമവും അല്ലെങ്കിൽ ഭഗവാന്റെ ശ്ലോകങ്ങൾ ഇതെന്തെങ്കിലും ജപിച്ചുകൊണ്ടേയിരിക്കുക. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഗണപതി ഭഗവാന്റെ ഒരു നാളീകരം ഉടയ്ക്കുക, കറുകമാല ചാർത്തുക, നാരങ്ങമാല ചാർത്തുക, ഗണപതി ഹോമം നടത്തുക, ഉണ്ണിയപ്പ വഴിപാട് നടത്തുക, അഷ്ടദ്രവ്യ വഴിപാട് നടത്തുക. ഇങ്ങനെയെല്ലാം ചെയ്തു പോയി കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നെഗറ്റീവായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വിലപിടിപ്പുള്ള വസ്തുക്കൾ കളഞ്ഞു പോകുവാനോ മോഷണം പോകുവാനോ അല്ലെങ്കിൽ നമ്മൾ തന്നെ എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുവാനോ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും, ഇപ്പോൾ സ്കൂൾ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഓർണമെൻറ്റ്സൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവ്വം ഇടുക. അവരുടെ കയ്യിൽ നിന്നൊക്കെ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്, നിങ്ങളുടെ കൂടെ ചിരിച്ചും കളിച്ചും നിങ്ങളുടെ ഒപ്പം നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആ വ്യക്തി തന്നെയായിരിക്കും. നമുക്ക് പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലായിരിക്കും അദ്ദേഹം നമുക്കെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും നമുക്ക് ധനനഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുകയും നമ്മളെ മാനസികമായി തകർത്തുകൊണ്ടിരിക്കുകയും നമ്മളുടെ സമാധാനം ഇല്ലാതാക്കുകയും ചെയ്യുന്നതെല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തി തന്നെയായിരിക്കും. അതുകൊണ്ട് ആരെയും വിശ്വസിക്കാതിരിക്കുക. ജീവിതത്തിലെ രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കുക. ഏറ്റവും അടുത്ത സുഹൃത്തിനോട് നമ്മളതെല്ലാം ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്ന അദ്ദേഹം തന്നെയാണ്. നമ്മളെ തളർത്താൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് സാമ്പത്തികപരമായ കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കാര്യതടസ്സം കൂടെ തന്നെ ഉണ്ടാകും. എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. മനോദുഃഖം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്ത് കാര്യത്തിനിറങ്ങിയാലും നമുക്കൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല, പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. കാര്യതടസ്സങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഇത് തന്നെയായിരിക്കും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. രോഗാവസ്ഥകൾക്ക് സാധ്യത കൂടുതലാണ്. പൊള്ളലുകളോ മുറിവുകളോ, അഗ്നി കൊണ്ടുള്ള പൊള്ളലുകൾ ഏൽക്കാൻ സാധ്യതയുണ്ട്. മുറിവുകൾ, ആയുധം കൊണ്ടുള്ള മുറിവുകൾ ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കളിക്കുന്ന കുട്ടികളായാലും സൂക്ഷിക്കുക. വലിയ ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഫാക്ടറികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലികൾ ചെയ്യുന്ന വർക്ക്ഷോപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ എല്ലാവരും സൂക്ഷിക്കുക. ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ദുർഗാദേവിയെ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ദേവിയെ പ്രാർത്ഥിക്കുക, സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക, നൂറുംപാലും നടത്തുക, പാൽപ്പായസ വഴിപാട് നടത്തുക. ആയില്യം നക്ഷത്രം വരുമ്പോഴേക്കും ആയില്യ പൂജയോ അല്ലെങ്കിൽ നാഗരൂട്ടോ അതുമല്ലാന്നുണ്ടെങ്കിൽ അഭിഷേകം നടത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുകയോ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഇങ്ങനെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ വരികയും ചെയ്യും. നേട്ടങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജാതകം വ്യക്തമായി പരിശോധിച്ച് അതിൻ്റെ പരിഹാരവും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറുകയും ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യും.